മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിയുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. സെയിൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 16. ഈ തലമുറ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഈശോ ചോദിച്ച ഒരു ചോദ്യമാണിത്. പള്ളിയിൽ കാണാനായിട്ട് വന്ന ഒരമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ കുഞ്ഞിൻ്റെ മുഖത്തൊരു വലിയ കറുത്ത പൊട്ട് കുത്തിയിരിക്കുന്നു. എന്തിനാണ് ഈ പൊട്ട് കുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ണ് കിട്ടാതിരിക്കാനാച്ച. പലപ്പോഴും നമ്മുടെ ഇടയിൽ കാര്യം ശാസ്ത്രീയമായ പുരോഗതികളൊക്കെ ഉണ്ടായെങ്കിലും ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും. ചിലരൊക്കെ പൂച്ച വിലങ്ങനെ ചാടി, ഇന്ന് ശരിയാകുകയില്ല കാര്യങ്ങൾ, അവിടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ദിവസം പ്ലാൻ ചെയ്യാം എന്ന് കരുതുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ഒരു തലമുറയോടാണ് ഈശോ ചോദിച്ചത്, ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കുക? പ്രിയമുള്ള സഹോദരങ്ങളെ, ശാസ്ത്രീയമായ പുരോഗമനവും അറിവുകളും ഒക്കെ നമുക്ക് ഉണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മൾ ചില അന്ധവിശ്വാസം കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മൾ നയിക്കുകയാണ്. അതുപോലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അത് ദൈവം വിജയമാക്കി തരും. അതിനുവേണ്ടി നമ്മുടേതായ തന്ത്രങ്ങളോ ബുദ്ധികളോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുവാൻ ഇടയായത് ഞാനിവിടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. ആ കർത്താവിന് എല്ലാ സാഹചര്യങ്ങളുടെയും കർത്താവാകാനുള്ള വലിയ കഴിവുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ അതിലെല്ലാം നിന്നും വ്യത്യസ്തമായി ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾപ്പെട്ട് ഇന്നും മനുഷ്യൻ കലങ്ങുന്നുണ്ട്. അതിൽ നിന്ന് വിമുക്തമായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.